പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഒരു കുടുംബത്തിലുണ്ടായ അത്ഭുതം നിങ്ങളുടെ ഓരോരുത്തരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ലിസ, എൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേഷ്. ഞങ്ങൾ തൃശ്ശൂരുള്ളവരാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചൊരു അത്ഭുതത്തെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങൾ സ്ഥിരം അഭിഷേകാഗ്നി പ്രേക്ഷകരാണ്. എൻ്റെ ഭർത്താവ് ഡ്രൈവറാണ്. സ്ഥിരമായി ലോങ് ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ ചേട്ടന് ഇരിക്കുന്ന ഭാഗത്ത് ഒരു കുരു വന്ന് വേദന കൊണ്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 2 ദിവസം കഴിഞ്ഞാൽ ആ കുരു പൊട്ടി അതിൽ നിന്ന് രക്തവും പഴുപ്പും ഒഴുകും. അങ്ങനെ വളരെ വേദന സഹിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടർ പറഞ്ഞു, ഇതിന് പ്രതിവിധി ഓപ്പറേഷൻ അല്ലാതെ മറ്റൊന്നുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞാൽ 1 മാസമെങ്കിലും റെസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തിരക്കൊഴിഞ്ഞ ഒരു മാസത്തിൽ ഓപ്പറേഷന് വേണ്ടി അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂൺ മാസത്തിലെ അഭിഷേകാഗ്നിയിൽ ആരാധനയുടെ സമയത്ത് അച്ഛൻ നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും യേശുവിനോട് പറയാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ വിഷമം യേശുവിനോട് പറഞ്ഞ് ഞങ്ങൾ സ്തുതിച്ചു. അതിൻ്റെ ഫലമായി കർത്താവ് എൻ്റെ ചേട്ടനിൽ നിന്ന് ഈ അസുഖം പൂർണ്ണമായി എടുത്തു മാറ്റി. അതിനുശേഷം ഒരുപാട് ലോങ് ട്രിപ്പ് യാത്രകൾ എൻ്റെ ചേട്ടൻ പോയിട്ടുണ്ട്. ഇന്ന് വരെ അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. അത് പൂർണ്ണമായും പോയി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ സാക്ഷ്യം ഞങ്ങൾ എഴുതി അറിയിക്കുന്നു.
പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഓരോ കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും സമൃദ്ധമായി പിതാവായ ദൈവം നൽകട്ടെ. എല്ലാ ദൈവമക്കളും ഈ കൂട്ടായ്മയോട് ചേർന്ന് സ്തുതിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അനേക രാജ്യങ്ങളിൽ, അനേക കുടുംബങ്ങളിൽ അനേകർ ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ, യേശുവിൻ്റെ കൃപാവര ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത സ്പർശനങ്ങൾ എല്ലാ മക്കളുടെ മേലും ഇപ്പോൾ സംഭവിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. എല്ലാ വ്യക്തികളും യേശുവിൻ്റെ നാമത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. എല്ലാ വ്യക്തികളുടെ മേൽ യേശുവിൻ്റെ ആത്മാവ് നിറയട്ടെ. എല്ലാ വ്യക്തികൾക്കും യേശുവിൻ്റെ വചനം കൃത്യമാവിധം മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദുഷ്ടത പ്രവർത്തിക്കും എന്നതിനെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം വളരെ വ്യക്തമായും ശക്തമായും പ്രവർത്തിക്കുന്ന സമയത്തും പ്രവർത്തിക്കുന്ന സ്ഥലത്തും പ്രവർത്തിക്കുന്ന ഇടങ്ങളിലാണെങ്കിൽ പോലും ഒരു വ്യക്തി അവൻ ദുഷ്ടനാണെങ്കിൽ അവൻ്റെ ദുഷ്ടത തന്നെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ദുഷ്ടത പ്രവർത്തിക്കും. ഞാനൊരു സംഭവം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ദിവസങ്ങളിൽ അച്ഛൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ അടുത്തൊരു സ്നേഹിതൻ, ഞാനും ആ സ്നേഹിതൻ തമ്മിൽ കൂടപ്പിറപ്പിനെ പോലെ സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി ഞാൻ അവന് വിറ്റു. ഞാനൊരു ഞെരുക്കത്തിൻ്റെ സമയത്താണ് എൻ്റെ പ്രോപ്പർട്ടി അവന് കൊടുത്തത്. അപ്പോൾ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയുള്ള സ്നേഹിതനായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഡോക്യുമെൻറ്റ്സ് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ അവൻ ആ പ്രോപ്പർട്ടി അവൻ്റെ കയ്യിലാക്കി. അതിനുശേഷം ഇപ്പോൾ അവൻ ആ പ്രോപ്പർട്ടി വിറ്റു. ഞാൻ അവന് പറഞ്ഞു കൊടുത്ത വിലയിൽ നിന്ന് അനേക ഇരട്ടി വലിയ വിലയ്ക്കാണ് അവനിപ്പോൾ ആ പ്രോപ്പർട്ടി വിറ്റിരിക്കുന്നത്. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് തരാനുള്ള എൻ്റെ പണം തന്നിട്ടില്ല. ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു വേദനയാണ്, ചതിക്കപ്പെട്ടതിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന് ആ പ്രോപ്പർട്ടി കൊടുത്ത ഒരു ഡോക്യുമെൻസും ഇന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. പ്രൈസ് ദ ലോർഡ്. അദ്ദേഹം പറഞ്ഞതുപോലെ ആധാരത്തിലൊക്കെ ഒപ്പിട്ട് എല്ലാം തീരെഴുതി കൊടുത്തിട്ട് കാലങ്ങൾ ഒരുപാടായി. എന്നിട്ട് ഇന്ന് വരെ ആ പ്രോപ്പർട്ടിയുടെ വക ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട പണം കൊടുത്തിട്ടില്ല. ഇന്ന് ആ സ്നേഹിതൻ ആ പ്രോപ്പർട്ടി ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു വാങ്ങിയതിൻ്റെ അനേക ഇരട്ടി വിലയ്ക്ക് വിറ്റ് ലക്ഷക്കണക്കിന് ഉറുപ്പിക നീക്കുവാക്കി വെച്ച് പല ബിസിനസ്സുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊത്ത ആ നിസാര വില കൊടുക്കാൻ പോലും ഇന്ന് അയാൾ തയ്യാറല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോയി നേരിട്ട് സംസാരിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, നേരിട്ട് സംസാരിച്ചു. അവൻ ധാർഷ്ട്യം സംസാരിക്കുകയാണ്. പറ്റുമെങ്കിൽ വാങ്ങിച്ചോ എന്ന വിധം ധാർഷ്ട്യം സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാൻ ചിന്തിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അടുത്തടുത്ത് താമസിച്ചിരുന്നവർ, കൂടപ്പിറപ്പുകളേക്കാൾ വലിയ സ്നേഹത്തിയിരുന്നവർ, എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ്, ഒരു വ്യക്തി എത്രമാത്രം നിഷ്കളങ്കനാണെങ്കിലും, ഒരു വ്യക്തി എത്രമാത്രം നിർമ്മലനാണെങ്കിലും, ഒരു വ്യക്തി എത്രമാത്രം ദൈവാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിലും ദുഷ്ടൻ അവനോട് ദുഷ്ടത പ്രവർത്തിക്കാൻ മടി കാണിക്കുകയില്ല. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പട്ടിയും പാമ്പും കടിക്കുന്നത് വിശപ്പ് തീർക്കാനാണെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദ ലോർഡ്. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനുള്ള ഒരുപാട് സംഭവങ്ങളും ഒരുപാട് വചനങ്ങളും ബൈബിളിൽ കാണാൻ സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 27-ാം വാക്യം, പാപി പാപം കുന്നുകൂട്ടും. അവൻ ചുറ്റും ദൈവകൃപയുടെ മനുഷ്യരിൽ താമസിച്ചാലും ചുറ്റും ദൈവകൃപയുടെ അന്തരീക്ഷം ഉണ്ടായാലും പാപി പാപം കുന്നുകൂട്ടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പാപി പാപം കുന്നുകൂട്ടും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എത്രയോ തരത്തിൽ എത്രയോ നന്മ ചെയ്ത് എത്രയോ വിശുദ്ധി ജീവിച്ച
എത്രയോ ശ്രേഷ്ഠന്മാരായ വ്യക്തികളോട് ലോകം ക്രൂരത കാണിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുകയാണ്, യേശുക്രിസ്തു ലോകത്തിൽ നന്മ മാത്രം ചെയ്ത്, യേശുക്രിസ്തു ലോകത്തിന് അനുഗ്രഹം മാത്രം കൊടുത്ത് പരസ്യ ജീവിതകാലത്ത് എല്ലാവരെയും സ്നേഹിച്ച് കടന്നുപോയ യേശുക്രിസ്തു, എന്നാൽ യേശുക്രിസ്തുവിനോട് വലിയ വലിയ ദുഷ്ടത പ്രവർത്തിച്ച് അനേകർ യേശുക്രിസ്തുവിനെ ദുഷിച്ച് പറഞ്ഞു, യേശുക്രിസ്തുവിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ്, യേശുക്രിസ്തുവിനെതിരെ കുറ്റാരോപണം നടത്തി, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവിൻ്റെ അപ്പോസ്തലന്മാർ ആരുടെയും വസ്തുവകൾ കവർച്ച ചെയ്യുകയോ ആരുടെയും എന്തെങ്കിലും ദ്രോഹം ചെയ്യുകയോ ചെയ്തതായി നാം കേട്ടിട്ടില്ല. അവർ ലോകത്തിൽ നന്മ പറഞ്ഞു, അവർ ലോകത്തിൽ ദൈവരാജ്യം വ്യാപിപ്പിച്ചു, അവർ ലോകത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വക്താക്കളായി കറയില്ലാതെ ജീവിച്ച ജീവിതങ്ങളായിരുന്നു അപ്പോസ്തലന്മാരുടെ ജീവിതങ്ങൾ. എന്നാൽ അവരുടെ ജീവിതത്തിൽ അവരിൽ ചിലരെ കുരിശിൽ തലകീഴായി തറച്ചു കൊന്നു, ചിലരെ വെട്ടിപ്പിളർന്നു, ചിലരെ കുന്തം കൊണ്ട് കുത്തിപ്പിളർന്ന് കൊന്നു. ഭാരതത്തിലേക്ക് വന്ന തോമസ് അപ്പോസ്തലൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ ഈ നാട്ടിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാസനായി ജീവിച്ചു. എന്നാൽ നിരുപദ്രവകാരിയായ അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിപ്പിളർന്ന് മരത്തിട്ടു അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നിർമ്മലമായി ജീവിച്ച അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും അനേക നിരപരാധികൾ ദാരുണമായി വധിക്കപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. എബ്രഹാം ലിങ്കൻ ഒരുപാട് നന്മ ചെയ്തൊരു ജീവിതമായിരുന്നു, അനേകർക്ക് ഉയർച്ച പ്രദാനം ചെയ്തൊരു ജീവിതമായിരുന്നു. എന്നാൽ നിർദ്ദയം വെടിവെച്ച് കൊല്ലപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരതത്തിൽ മഹാത്മാഗാന്ധി അനേകർക്ക് ഉയർച്ചയും നന്മയ്ക്കും കാരണമായി തീർന്നൊരു ജീവിതമായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തെയും നിഷ്കരുണം വെടിവെച്ച് വധിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്ന സാഹചര്യത്തെക്കുറിച്ചും പ്രേരണ സ്വീകരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുമാണ് ഇന്ന് നാം ചിന്തിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അടിസ്ഥാന കാരണം ദുഷ്ടത കുടികൊള്ളുന്ന ഹൃദയമാണ്, ദുഷ്ടത കുടികൊള്ളുന്ന മനസ്സാണ്. ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തി എത്രമാത്രം വിശുദ്ധനാണോ, എത്രമാത്രം നന്മയാണോ വ്യക്തിയാണോ, ആരാണ്, എന്താണ് എന്നൊന്നും ഇവിടെ പ്രസക്തമായ സംഗതിയല്ല. ദുഷ്ടനാണോ അവൻ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കും. ആർക്കെതിരെയും ദുഷ്ടത പ്രവർത്തിക്കാൻ അവന് മടിയുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിച്ചിരിക്കും. യേശുക്രിസ്തു ജനിച്ച ആ സമയത്ത് ജെറുസലേമിൽ ഉണ്ടായിരുന്ന ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരുണം വെട്ടി വീഴ്ത്തിയ ആ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾ ഓർക്കുക. ദുഷ്ടൻ ദുഷ്ടത പ്രവർത്തിക്കും. സ്വന്തം അധികാരം നിലനിർത്താൻ, തനിക്ക് ഒരു എതിരാളി ഉണ്ടാകാതിരിക്കാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ നിഷ്കരുണം വധിക്കാൻ പോലും മടിയില്ലാത്ത വിധം ആ മനുഷ്യൻ്റെ മനസ്സ്, ആ ഭരണാധികാരിയുടെ മനസ്സ് മാറി. കാരണം ബേസിക്കായി ദുഷ്ടതയുണ്ടെങ്കിൽ തക്ക സമയത്ത് ദുഷ്ടത പുറത്തു വരും. തെങ്ങിൽ നിന്ന് തേങ്ങ വരുന്നത് പോലെ, മാവിൽ നിന്ന് മാങ്ങ കായ്ക്കുന്നത് പോലെ ദുഷ്ടനാണോ തക്ക സമയത്ത് ദുഷ്ടതയുടെ ഫലം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശത്ത് അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവമാണത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരു വ്യക്തി ഒരുപാട് നന്മ ചെയ്ത് ഈ ദേശത്തിന് ഒരുപാട് നന്മ ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം നന്മ ചെയ്ത് ഒരായുഷ്കാലം മുഴുവൻ ഈ ദേശത്ത് വ്യാപരിച്ചു. എന്നാൽ അവസാനം ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ കോടതി കയറ്റി അനവധി നാളുകൾ കോടതി കയറിയിറങ്ങി നടക്കേണ്ട ഒരു ഗതികേട് ആ വന്യദേഹത്തിനുണ്ടായി. ഈ അട്ടപ്പാടി ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഈ അട്ടപ്പാടി അന്ധകാരത്തിൽ ആണ്ട് കടന്നിരുന്ന ആദ്യ കാലഘട്ടം തൊട്ട് ഈ അട്ടപ്പാടിയുടെ പ്രദേശങ്ങളിൽ വെളിച്ചമുണ്ടാകാൻ, നന്മയുണ്ടാകാൻ, ഉയർച്ചയുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ ഒരു ആയുസ് മുഴുവൻ സമർപ്പിച്ച് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ ഒരു കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം നിരവധി തവണ കോടതി കയറിയിറങ്ങി ഒരുപാട് മാനസികവും ശാരീരികവുമായ പീഡ സഹിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി ആരാണ് ഇദ്ദേഹത്തെ കോടതി കയറ്റിയത് നിങ്ങൾ അറിയണ്ടേ? ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പഠിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിന് നല്ല പരിചയം ഉണ്ടായിരുന്ന ഒരു കുടുംബം എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന്, ആരും ഇല്ലാത്തവരായി, അങ്ങനെ നിസ്സഹായരായി കണ്ണീരും കയ്യുമായി നിൽക്കുമ്പോൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വൈദികൻ അദ്ദേഹത്തെയും ആ കുടുംബത്തെയും ആ മക്കളെല്ലാം കൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്ന് പഠിപ്പിച്ച് വലുതാക്കി. മക്കളെല്ലാം പഠിപ്പിച്ച് ഉദ്യോഗത്തിലാക്കി. മക്കളെല്ലാം ഇന്ന് ഉദ്യോഗത്തിലാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥയ്ക്ക് ഉദ്യോഗമുണ്ട്, കുടുംബനാഥന് ഉദ്യോഗമുണ്ട്. അങ്ങനെ എല്ലാവരും ജോലിക്കാരായി, എല്ലാവരും വലിയ സ്ഥിതിയിലായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഈ കുടുംബനാഥൻ ഈ അച്ഛനെതിരെ കേസ് കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ അച്ഛൻ പലതവണ കോടതിയിലേക്ക് പോകുമ്പോൾ അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ സ്വഭാവം കാണിക്കും. എന്തായാലും ശരി, ആ കുടുംബനാഥൻ ഒരു നാൾ റോട്ടിൽ നിൽക്കുമ്പോൾ പെടഞ്ഞു വീണ് റോട്ടിൽ കടന്ന് അന്ത്യശ്വാസം വലിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുഷ്ടത പ്രവർത്തിക്കും. ഞാൻ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഇത്രയും ഉപകാരം ചെയ്ത് ആ കുടുംബത്തെ കഷ്ടതയിൽ നിന്ന് കരകയറ്റി, ആ കുടുംബത്തെ കണ്ണീരിൽ നിന്ന് കരകയറ്റി, ആ മക്കൾക്കെല്ലാം ജോലിയും ആ മക്കൾക്കെല്ലാം പഠിക്കാൻ അന്തരീക്ഷമൊക്കെ കൊടുത്ത് ആ കുടുംബത്തിൽ 2 പേർക്കും ജോലി കിട്ടി, അങ്ങനെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി ജീവിതത്തിന് നിലയും വിലയുണ്ടാക്കിയ ആ കുടുംബം തന്നെ ഈ അച്ഛനെതിരെ ഇങ്ങനെ കേസ് കൊടുത്തത് എന്തുകൊണ്ടെന്ന് ഞാൻ ചിന്തിച്ച്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബേസിക്കായി ചില മനുഷ്യരുടെ ഹൃദയം ദുഷ്ടതയുള്ള ഹൃദയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടത പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർക്കോടകൻ്റെ സ്വഭാവം കാണിക്കും. പാല് കൊടുക്കുന്ന കൈക്കിട്ട് തന്നെ കൊത്തി അങ്ങനെ വിഷം കലർത്തി ആ വ്യക്തിക്ക് നാശം ഉണ്ടാക്കാൻ തക്ക വിധം കാർക്കോടകൻ്റെ സ്വഭാവം കാണിക്കും എന്നതുപോലെ തന്നെ ദുഷ്ടൻ്റെ സ്വഭാവം കാണിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ഇന്നൊത്തിരി നന്മ ചെയ്ത്, ഇന്നൊത്തിരി ഉപകാരം പലർക്കും ചെയ്ത്, അവസാനം പ്രത്യുപകാരമായി തിരസ്കരണവും നിന്ദനവും പീഡനവും പരിത്യക്താവസ്ഥ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം നിൻ്റെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്, പച്ചമരത്തോട് അവർ ഇത് ചെയ്തെങ്കിൽ ഉണക്കമരത്തോട് എന്തു തന്നെ ചെയ്യുകയില്ല. കർത്താവ് പറഞ്ഞെങ്ങനെയാണ്, മനുഷ്യർ നിങ്ങളെ പലതരത്തിൽ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും നിങ്ങൾ ചെയ്യാത്ത എല്ലാ കുറ്റങ്ങളും നിങ്ങൾക്കെതിരെ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ദുഷ്ടതയുടെ പ്രതിഫലമായി ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന പ്രതിഫല വാഗ്ദാനം എങ്ങനെയാണ്? സ്വർഗത്തിൽ അവർക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ദുഷ്ടത നിമിത്തം വേദന സഹിക്കുന്ന ഓരോരുത്തർക്കും യേശുക്രിസ്തു സ്വർഗത്തിൽ വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മനുഷ്യർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം, എന്നാൽ എല്ലാവിധ കുറ്റങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായി അവർ ആരോപിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദുഷ്ടനും ശിഷ്ടനും യുഗാന്ത്യം വരെ ഒരുമിച്ച് വളരും. കളയും വിളയും ഒരുമിച്ച് വളരുന്നത് പോലെ യുഗാന്ത്യം വരെ, ലോകാവസാനം വരെ ലോകത്തിൽ ദുഷ്ടനും ശിഷ്ടനും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ ദുഷ്ടനോട് കൂടെ വളരാൻ ശിഷ്ടന്മാരെയും ദൈവം അനുവദിച്ചു. ദുഷ്ടനും ശിഷ്ടനും ഒന്നിച്ച് വളരുന്ന ഒരു സംവിധാനമാണ് ലോകത്തിൽ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരിൽ നിന്ന് പീഡനമേൽക്കുന്ന ശിഷ്ടനായ നല്ല മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ദൈവിക പ്രബോധനം എങ്ങനെയാണ്? ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ നിങ്ങളും എല്ലാവരോടും കരുണയുള്ളവരായിരിക്കുവിൻ. ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ നോക്കാതെ നിങ്ങളുടെ സ്നേഹം നിങ്ങൾ ഈ ഭൂമിയിലേക്ക് ഒഴുക്കുവിൻ. നിങ്ങളുടെ കരുണ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ നൽകുവിൻ. നിങ്ങളുടെ അളവില്ലാത്ത പരിമിതിയില്ലാത്ത കണക്കുകൂടലില്ലാത്ത ക്ഷമ എല്ലാവർക്കും കൊടുക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ മനസ്സ് തളർന്നിരിക്കുന്നവരാകാം. ഇത്രയൊക്കെ ചെയ്തിട്ട്, ഇത്രയൊക്കെ നന്മ ചെയ്തിട്ട്, ഇത്രയൊക്കെ നന്നായി ജീവിച്ചിട്ട്, ഇത്രയൊക്കെ വിശുദ്ധി ജീവിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു? ഞാൻ ഇത്രയും വിശുദ്ധി ജീവിച്ചൊരു വ്യക്തിയല്ലേ? ഞാൻ ഇത്രയും സത്യസന്ധമായി ജീവിച്ചൊരു വ്യക്തിയല്ലേ? ഞാൻ ഇത്രയും കറയില്ലാതെ ജീവിച്ച വ്യക്തിയല്ലേ? പിന്നെ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെയൊക്കെ വരുന്നു? എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു? മകനെ, മകളെ, നീ പതറരുത്. ദുഷ്ടത പ്രവർത്തിക്കും. എല്ലാ ഹൃദയങ്ങളും ശക്തി പ്രാപിക്കട്ടെ. എല്ലാ ജീവിതങ്ങളും ശക്തി പ്രാപിക്കട്ടെ. ദുർബലർ ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതാഭിഷേകം നിറയട്ടെ. തളർന്നിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദിവ്യകാരുണ്യനാഥനായ യേശുവിന് മുമ്പിൽ, സകല ക്ഷതങ്ങളെയും സുഖപ്പെടുത്തുന്ന കർത്താവിന് മുമ്പിൽ മനസ്സിൻ്റെ വിങ്ങുന്ന വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരായുഷ്കാലം മുഴുവനും ഒത്തിരി സ്നേഹിച്ച് വളർത്തിയ, ഒരുപാട് നന്മ ചെയ്ത് ഉയർത്തി കൊണ്ടുവന്നവർ ഇന്ന് ജീവിതം മുഴുവൻ നശിപ്പിച്ച് വഞ്ചനയും ദുഷ്ടതയും പ്രവർത്തിച്ച് കണ്ണുനീർ കയമാക്കി ജീവിതത്തെ മാറ്റിയിട്ടുണ്ടാകാം. ചോര നീരാക്കി വളർത്തിയെടുത്ത മക്കൾ പോലും ഒരു പക്ഷേ തിരിഞ്ഞ് ദുഷ്ടത പ്രവർത്തിച്ച് ജീവിതത്തെ ആഴത്തിൽ മുറിപ്പെടുത്തി കടന്നു പോയിട്ടുണ്ടാകാം. ഒരു പക്ഷേ ജീവിതത്തിൽ ഒത്തിരി ആത്മാർപ്പണം ചെയ്ത് ആയുസ് മുഴുവൻ സമർപ്പിച്ച് വളർത്തിയെടുത്ത പ്രസ്ഥാനങ്ങളും സംഘടനകളും ഓരോരോ സംരംഭങ്ങളും ഇന്ന് വളർന്നു വലുതായപ്പോൾ കരിവേപ്പില പോലെ എടുത്തെറിഞ്ഞ് ഒത്തിരി നന്ദികേടിൻ്റെ അനുഭവത്തിൽ വേദനിക്കുന്ന ഹൃദയങ്ങളാകാം. എല്ലാ മനസ്സിൻ്റെ വേദനകളെയും കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവരാം. ദൈവമേ, അനവധി ദുഷ്ടരിൽ നിന്ന് ദുഷ്ടത ഏറ്റുവാങ്ങിയതിൻ്റെ ക്ഷതങ്ങളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി, ഈ നിമിഷം അങ്ങയുടെ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ അനേക ദുഷ്ടന്മാരിൽ നിന്ന് ക്ഷതങ്ങളേറ്റ, അനേക ദുഷ്ടന്മാരിൽ നിന്ന് മുറിവുകൾ ഏറ്റുവാങ്ങിയ ജീവിതങ്ങളെ, ഹൃദയങ്ങളെ, മനസ്സുകളെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ അർത്ഥമെന്ത്? ഈ ലോകത്തിലെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്ത്? ഈ ജീവിതത്തെ മനസ്സിലാക്കാൻ പോലും പറ്റാതെ വിഷമിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളിലേക്കും പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി സൗഖ്യങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്തുതിക്കട്ടെ. മനസ്സിൻ്റെ വേദനകൾ, ഹൃദയത്തിൻ്റെ മുറിവുകളിൽ സമർപ്പിച്ച് ഹൃദയക്ഷതങ്ങളെ സുഖപ്പെടുത്തുന്നതിന് യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഹൃദയങ്ങളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്ന് വേദനിച്ച് കണ്ണുനീരോടെ നിലവിളിക്കുമ്പോൾ അങ്ങയുടെ മക്കളുടെ നിലവിളി കേട്ട് ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകി, ജീവിതത്തിന് പുതുജീവൻ നൽകി, വീണ്ടും അങ്ങയുടെ മക്കളെ പുതിയ ആരോഗ്യം നൽകി, പുതിയ സൗഖ്യം നൽകി, പുതിയ ഉണർവ് നൽകി അങ്ങയുടെ മക്കളെ വീണ്ടും ജീവിതത്തിൽ ശക്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് സിസ്റ്റർ ജിസ്മരിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിണറ്റിൽ വീണതാണ്. അതിനെ തുടർന്ന് എനിക്ക് അന്ന് മുതൽ കാലിൻ്റെ എല്ലിന് പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതിനെ ട്രീറ്റ് ചെയ്തു. തണ്ടലിൽ നോക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല, ചതവേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് ഞാനിങ്ങനെ നടന്നു. എനിക്ക് ഓരോ വയസ്സ് കൂടുന്തോറും എനിക്ക് നടുവേദന കൂടി വന്നുകൊണ്ടിരുന്നു. ഒരു 7 വർഷമായിട്ട് എൻ്റെ വലതുകാലിൻ്റെ മുട്ട് വേദന തുടങ്ങി. അത് അന്ന് മുട്ട് മടങ്ങില്ലായിരുന്നു, വേദന ഉണ്ടായിരുന്നില്ല, മടങ്ങില്ല എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും മുട്ട് ഒട്ടും മടങ്ങാണ്ടായി. ഇപ്പോൾ ഈ 1 വർഷത്തിനിടയിൽ മുട്ട് മടങ്ങുകയോ ഇല്ല. മടങ്ങിക്കഴിഞ്ഞാൽ അത് നിവരണമെങ്കിൽ ഒരു 2 മിനിറ്റെങ്കിലും കഴിയണം, അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടും മുട്ട് കുത്തില്ല, താഴെ ഇരുന്ന് കാല് നീട്ടി വെച്ചിട്ടിരിക്കും. കാല് മടക്കണം എന്നുണ്ടെങ്കിൽ കൈ സപ്പോർട്ട് കൊടുത്തിട്ട് വേണം കാലും ഇങ്ങോട്ട് മടക്കിയെടുക്കാനായിട്ട്. അങ്ങനെയായിരുന്നു. ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഇതിന് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ യേശുവിനെ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് സെഹിയോന് വന്നൊരു ധ്യാനം കൂടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സെഹിയോന് ഞാൻ വരുമ്പോൾ രോഗസൗഖ്യം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയല്ല ഞാൻ വന്നത്, എനിക്ക് ജീവിതത്തിലൊരു നവീകരണം വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ വന്നത്. എന്നാലും ഞാൻ അവിടുന്ന് പോരുമ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് ധ്യാനിക്കുമ്പം എനിക്ക് നിന്നെ മഹത്വപ്പെടുത്താനായിട്ട് എന്തെങ്കിലും തന്നിട്ട് എന്നെ വിട്ടുകൂടെയെന്ന് ചോദിച്ചു ഞാൻ ഈശോയോട്. അങ്ങനെ അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് കാലിൻ്റെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, സൈനസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തലവേദന, ഭയങ്കര തലവേദന എനിക്ക്, സൈനസൈറ്റിസിൻ്റെ. അതും ഞാനിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അവിടുന്ന് പോരുമ്പോൾ തന്നെ എനിക്ക് ഈശോ അത്ഭുതകരമായി സൗഖ്യം തന്നിട്ട് ഇവിടുത്തെ വെഞ്ചരിച്ച വെളിച്ചെണ്ണ ഞാൻ നെറ്റിയിൽ പുരട്ടി, വിശ്വാസപൂർവ്വം നെറ്റിയിൽ പുരട്ടിയത് മൂലം എനിക്ക് സൈനസൈറ്റിസിൻ്റെ തലവേദന അവിടുന്ന് തന്നെ എനിക്ക് സൗഖ്യം തന്നു വിട്ടു. പിന്നെ 10 വർഷമായിട്ട് എനിക്ക് അലർജിയുടെ ചുമയുണ്ട്, ശ്വാസം, അത് ആസ്മയായിട്ട് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 3 രോഗത്തിൽ നിന്നും എൻ്റെ ഈശോ എനിക്ക് സൗഖ്യം നൽകി. ഈശോ അത്ഭുതകരമായി സുഖപ്പെടുത്തി സിസ്റ്ററിനെ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. കിണറ്റിൽ വീണെന്നാന്ന് പറഞ്ഞത്? 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കിണറ്റിൽ വീണ്. അതിനെ തുടർന്ന് നിരവധിയായ അസ്വസ്ഥതകൾ, നടുവേദന, കാൽമുട്ടിൻ്റെ പ്രശ്നങ്ങൾ. എന്നാൽ ഈശോ ഈ സിസ്റ്ററിനെ തൊട്ട് അനുഗ്രഹിച്ചപ്പോൾ എല്ലാ രോഗപ്പെട്ടുകളിൽ നിന്നും സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കാം. കർത്താവ് എത്രയോ നല്ലവൻ, അവിടുന്ന് അത്ഭുതമുള്ള കർത്താവ്. റാഫ, എൻ്റെ ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.
സ്തോത്രഗീതം പാടി സ്തുതിക്കും